കഴിഞ്ഞ ദിവസം വൈകുന്നേരം മാതൃഭൂമി ഓൺലൈനിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടു. നമ്മളെല്ലാം ഈ കഴിഞ്ഞ ദിവസം കേട്ട വാർത്ത തന്നെയാണ്. പക്ഷെ മാതൃഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് മാത്രം ആ വാർത്തയ്ക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. കാരണം മാതൃഭൂമി ഒരിക്കലും അത്തരത്തിലുള്ള ഒരു വാർത്ത തലക്കെട്ട് കൊടുക്കേണ്ടതല്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാതൃഭൂമി അത്തരത്തിലുള്ളൊരു പത്രമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞത്. വാർത്തയുടെ തലക്കെട്ട് ഇതായിരുന്നു: എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? യൂണിഫോം എവിടെ? ഡൽഹി പോലീസിനെ വിറപ്പിച്ച് ജോൺ ബ്രിട്ടാസ്. ഇതായിരുന്നു ആ വാർത്തയുടെ തലക്കെട്ട്. അതായത് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ AKG ഭവനിൽ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനെത്തിയ ഡൽഹി പോലീസിലെ ഉദ്യോഗസ്ഥരെ ജോൺ ബ്രിട്ടാസ് MP തടഞ്ഞ സംഭവമാണ് മാതൃഭൂമി പറയുന്നത്. തലക്കെട്ടിലെ അവസാന വാചകം പ്രത്യേകം ശ്രദ്ധിക്കണം: ഡൽഹി പോലീസിനെ വിറപ്പിച്ച് ജോൺ ബ്രിട്ടാസ്. ഇത് പറഞ്ഞിരിക്കുന്നത് മാതൃഭൂമിയാണെന്നുള്ളതും നമ്മൾ മനസ്സിൽ വയ്ക്കണം. SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനെത്തിയ ഡൽഹി പോലീസിലെ ഉദ്യോഗസ്ഥരെ വിറപ്പിച്ച് രാജ്യസഭാ MPയും CPM നേതാവുമായ ജോൺ ബ്രിട്ടാസ്. ഐഷിയെ അറസ്റ്റ് ചെയ്യാൻ പാർട്ടി ആസ്ഥാനമായ AKG ഭവനിൽ പോലീസ് എത്തിയതറിഞ്ഞ് പാർലമെൻറ്റിൽ നിന്ന് എത്തിയതാണ് ബ്രിട്ടാസ്. യൂണിഫോമോ നെയിം പ്ലേറ്റോ ഇല്ലാതെ സ്വകാര്യ വാഹനത്തിൽ അറസ്റ്റ് ചെയ്യാൻ വന്നത് ചോദ്യം ചെയ്ത ബ്രിട്ടാസ് പോലീസുകാരെ തിരിച്ചയച്ചു. ഇതാണ് വാർത്തയുടെ തുടക്കം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാതൃഭൂമി പോലെയൊരു പത്രം ഒരു ഇടതുപക്ഷ MP ചെയ്ത കാര്യത്തെ മാസൊക്കെ ചേർത്ത് വാർത്ത കൊടുക്കണമെങ്കിൽ ആ വാർത്ത അത്രത്തോളം പ്രാധാന്യമുള്ളതാകണം. അതിനർത്ഥം എന്താണെന്ന് ഞാൻ ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ന്യൂഡൽഹി, അധികാരത്തിൻ്റെ ഇടനാഴികളിൽ എപ്പോഴും ഗൂഢാലോചനകളുടെ മണം തങ്ങി നിൽക്കുന്ന നഗരമെന്നാണ് ന്യൂഡൽഹിയെക്കുറിച്ച് പൊതുവെ പറയുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഡൽഹിയുടെ തെരുവുകൾ അക്ഷന്തവ്യമായ ഒരു ഭരണകൂട ഭീകരതയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത്. സമാധാനപരമായി സമരം ചെയ്ത ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും നേരെ യൂണിഫോമോ നെയിം പ്ലേറ്റോ പോലുമില്ലാത്ത ഒരു സംഘം ഇരച്ചു കയറി തല്ലിച്ചതച്ചപ്പോൾ അത് കേവലം ഒരു പോലീസ് നടപടി ആയിരുന്നില്ല, മറിച്ച് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു ഫാസിസ്റ്റ് അജണ്ടയുടെ തുടക്കമായിരുന്നു. സമരക്കാർക്കെതിരെ ഭരണകൂടവും അവരെ താങ്ങി നിർത്തുന്ന ഗോദി മീഡിയകളും ചേർന്ന് തികച്ചും നികൃഷ്ടമായ അപവാദ പ്രചരണങ്ങളാണ് അഴിച്ചുവിട്ടത്. പക്ഷേ എന്തിനായിരുന്നു ഈ തിരക്കിട്ട വേട്ടയാടൽ? എന്തിനായിരുന്നു ആ സമരം ശക്തി പ്രാപിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നെഞ്ചിടിച്ചത്? ഒരു മന്ത്രിയെക്കൊണ്ട് രാജിവെപ്പിക്കാൻ മാത്രം ആ സമരം എങ്ങനെയാണ് വളർന്നത്? 10-12 വർഷങ്ങളായി തുടർന്നു വരുന്ന BJP നയിക്കുന്ന ഈ ഭരണത്തിൻ്റെ വീഴ്ച വിദൂരമല്ലെന്ന് അവർ ഭയക്കുന്നുണ്ടോ? ഉത്തരം ഒന്നേയുള്ളൂ: അതെ, അവർ ഭയക്കുന്നുണ്ട്. ജനമുണർന്നാൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാകില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അധികാരത്തിൻ്റെ സകല ഹുങ്കും ഉപയോഗിച്ച് ഈ പ്രതിഷേധങ്ങളെ അവർ അടിച്ചമർത്താൻ ശ്രമിച്ചത്. ഇനി നമുക്ക് ഈ കഥയിലെ ഏറ്റവും നിർണായകമായ ആ സംഭവത്തിലേക്ക്, അതായത് നമ്മൾ നേരത്തെ സംസാരിച്ച ആ കാര്യത്തിലേക്ക് വരാം. ഡൽഹിയിലെ CPM ആസ്ഥാനമായ AKG ഭവനിലേക്ക് ഒരു സ്വകാര്യ വാഹനത്തിൽ ഒരു സംഘം എത്തുന്നു. പോലീസാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്ക് യൂണിഫോം ഇല്ല, നെയിം പ്ലേറ്റ് ഇല്ല. അവർ തിരഞ്ഞു വന്ന ആരെയാണെന്നറിയാവോ? SFIയുടെ അഖിലേന്ത്യാ നേതാവ് ഐഷി ഘോഷിനെ. എന്തിനാണ് 30-കാരിയെ ഭരണകൂടം ഇത്രമേൽ ഭയക്കുന്നത്? 6 വർഷം മുൻപത്തെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. JNU ക്യാമ്പസിലേക്ക് ഇരച്ചുകയറിയ RSS ഭീകരർ ആൺ പെൺ വ്യത്യാസമില്ലാതെ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച ആ ഇരുണ്ട രാത്രി. അന്ന് ഇരുമ്പ് വടി കൊണ്ട് തലക്കടിയേറ്റ് തലപൊട്ടി ചോരയൊലിച്ചു നിൽക്കുന്ന ഐഷി ഘോഷിൻ്റെ ആ ചിത്രം പോരാട്ടവീരൻ നെഞ്ചിലേറ്റുന്ന ഒരു ഇന്ത്യക്കാരനും മറക്കാനിടയില്ല. അന്ന് ആ നരനായാട്ട് നടത്തിയ ഒരു RSSകാരനെ പോലും ഈ നിമിഷം വരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അന്ന് ആ അക്രമത്തിന് കാരണം ഐഷിയാണെന്ന് വരുത്തി തീർത്ത് എടുത്ത ഒരു കള്ളക്കേസിലാണ് ഇപ്പോൾ അവളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് പാഞ്ഞെത്തിയത്. ഇന്നവർ ഐഷിയെ തിരഞ്ഞെത്തിയെങ്കിൽ നാളെ ഇവർ തിരഞ്ഞെത്തുക ജോൺ ബ്രിട്ടാസിനെ ആയിരിക്കും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. RSS ആ സൂചന നൽകിക്കഴിഞ്ഞു. അവരുടെ പദ്ധതി പൂർത്തിയായി കഴിഞ്ഞു. അതിന് സൂചനകൾ അവർ നമുക്ക് തന്നും കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസിനെയും ഐഷി ഘോഷിനെയും പോലെയുള്ളവരെ അവർ ലക്ഷ്യം വയ്ക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒളിച്ചിരിക്കുന്നത് RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൽ വന്ന ഒരു ലേഖനത്തിലാണ്. ഡൽഹിയിൽ നടന്ന ഈ വലിയ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന സത്യം മറ്റാരും അറിയുന്നതിന് മുൻപ് തന്നെ RSS മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഓർഗനൈസറിലെ ആ ലേഖനത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ സമരത്തിന് പിന്നിൽ പ്രവർത്തിച്ച 10-11 പേരുടെ പേരുകൾ. അതിൽ ഒന്നാമത്തെ പേര് ജോൺ ബ്രിട്ടാസ് MPയുടേതാണ്. മറ്റൊന്ന് SFI, ഐസ, AISF പോലുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെയും. എന്തുകൊണ്ടാണ് സംഘപരിവാർ ഇതത്ര കൃത്യമായി മനസ്സിലാക്കിയത്? കാരണം ലളിതമാണ്. ഇന്ത്യയിലെ മറ്റ് പല സമരങ്ങളിലും കണ്ടതുപോലെ അരാജകത്വമോ അക്രമമോ
അങ്ങനെയുള്ള ഒരു ആൾക്കൂട്ടമായിരുന്നില്ല ഈ സമരം. വളരെ ചിട്ടയായ അച്ചടക്കമുള്ള ആശയപരമായ അടിത്തറയുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഇത്. അംബേദ്കറുടെയും ഭഗത് സിംഗിൻ്റെയും ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ കരുത്തിൽ അവർ നടത്തിയ സമരം ഒരു അലയൊലിയായി മാറി. ഇതുപോലൊരു മാസ് മൊബിലൈസേഷൻ നടത്തണമെങ്കിൽ അതിന് കൃത്യമായ സംഘടനാ സംവിധാനവും ആശയപരമായ പിന്തുണയും വേണം. അത് നൽകാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ എന്ന് RSSന് നന്നായി അറിയാം. കോൺഗ്രസിനോ അവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾക്കോ ഈ രാജ്യത്ത് നടക്കുന്ന ജീവൻ മരണ പോരാട്ടങ്ങളിൽ യാതൊരു റോളുമില്ലെന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി മറനീക്കി പുറത്തു വരികയാണിവിടെ. ഈ സമരഭൂമിയിൽ അവർ എവിടെയായിരുന്നു? അല്ല, അവർക്ക് ഇത്തരം ജനകീയ സമരങ്ങളിൽ യാതൊരു താല്പര്യവുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ അസാന്നിധ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പോരാടാൻ തെരുവിൽ എക്കാലത്തും ഇടതുപക്ഷം മാത്രമേയുള്ളൂ എന്ന് RSSന് മനസ്സിലായതുകൊണ്ടാണ് അവർ കൃത്യമായി തങ്ങളുടെ എതിരാളികളെ മാർക്ക് ചെയ്യുന്നത്. ഇന്ന് ഐഷ്യയെ ലക്ഷ്യം വെച്ചവർ നാളെ ബ്രിട്ടാസിനെ ലക്ഷ്യം വയ്ക്കും എന്ന് പറയുന്നതിൻ്റെ പൊരുൾ അതാണ്. സമരങ്ങളുടെ ഊർജ്ജ സ്രോതസ്സുകളെ ഇല്ലാതാക്കുക എന്നതാണ് ഫാസിസത്തിൻ്റെ എക്കാലത്തെയും ഏറ്റവും മികച്ച തന്ത്രം. എന്നാൽ കാര്യങ്ങൾ ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. BJPയുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നത് തെരുവിലെ ഈ പ്രതിഷേധം മാത്രമല്ല, അതിനേക്കാൾ അവരെ ഭയപ്പെടുത്തുന്നത് മറ്റൊന്നാണ്: ഇടതുപക്ഷ സംഘടനകളുടെ അതിശക്തമായ സോഷ്യൽ മീഡിയ സാന്നിധ്യം. അതെ, ഈ സമരം തെളിയിച്ചത് മറ്റൊന്നുകൂടിയാണ്. സംഘപരിവാറിൻ്റെ IT സെല്ലുകൾ പടച്ചുവിടുന്ന നുണക്കഥകളെ നിമിഷ നേരം കൊണ്ട് പൊളിച്ചെടുക്കാൻ ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ സൈബർ പോരാളികൾക്ക് കഴിയുന്നുണ്ട്. പണ്ടൊക്കെ ഭരണകൂടം ഒരു നുണ പറഞ്ഞാൽ അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ ജനങ്ങൾ നിർബന്ധിതരാകുമായിരുന്നു. എന്നാൽ ഇന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇടത് പ്രൊഫൈലുകൾ തീർക്കുന്ന പ്രതിരോധം അതിശക്തമാണ്. ജനാധിപത്യപരമായി പ്രതിഷേധിച്ച ആളുകളുടെ വിവരങ്ങൾ ഫേസ് റെക്കഗ്നിഷൻ ആപ്പ് വഴി ശേഖരിച്ച് അവർക്കെതിരെ കള്ളക്കഥകൾ മെനയാൻ ഭരണകൂടം ശ്രമിച്ചു. സമരക്കാർക്കിടയിലേക്ക് ക്രിമിനലുകളെയും പോക്സോ കേസ് പ്രതികളെയും വരെ നുഴഞ്ഞു കയറ്റി സമരത്തെ പൊളിക്കാൻ നോക്കി. എന്നാൽ ഈ കള്ളക്കളികളെയെല്ലാം നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ തുറന്നുകാട്ടാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. തങ്ങളുടെ എതിരാളികൾ സൈബർ ഇടങ്ങളിൽ ഇത്രത്തോളം ശക്തമാകുന്നു എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പേടി സ്വപ്നമാണ്. അവരുടെ കോടികൾ വിലയുള്ള IT സെല്ലിന് മുന്നിൽ സാധാരണക്കാരായ ഇടതുപക്ഷ അനുഭാവികളുടെ മൊബൈൽ ഫോണുകൾ വലിയൊരു ആയുധമായി മാറുകയാണ്. ഓർക്കുക, AKG ഭവനിൽ ഐഷി ഘോഷിനെ തിരക്കി വന്നത് യൂണിഫോം ഇല്ലാത്ത പോലീസുകാരായിരുന്നു. സ്വന്തം സ്വത്വം വെളിപ്പെടുത്താൻ ഭയക്കുന്ന ഭരണകൂടത്തിൻ്റെ ദയനീയ ചിത്രമായിരുന്നു അത്. ഐഷയെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തീർത്ത് പറഞ്ഞുകൊണ്ട് അവർക്ക് മുന്നിലേക്ക് ഇറങ്ങി നിന്ന് ജോൺ ബ്രിട്ടാസ് അവരോട് ധീരമായി ചോദിച്ചു, നിങ്ങളുടെ യൂണിഫോം എവിടെ? നിങ്ങളുടെ നെയിം പ്ലേറ്റ് എവിടെ? ഒരു വാറൻ്റ് പോലും ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് ഇരച്ചു കയറുന്നത്? ഉത്തരം മുട്ടിയ ആ പോലീസുകാർക്ക് അവിടെ നിന്നും തലകുനിച്ച് മടങ്ങേണ്ടി വന്നു. ആ ഇടതുപക്ഷക്കാരൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചുപോയത് ഇന്ത്യൻ ഫാസിസമാണ്. ഇന്ന് യൂണിഫോം ഇല്ലാതെ സ്വകാര്യ വാഹനങ്ങളിൽ വന്ന അവരെ നമ്മൾ ശക്തമായി പ്രതിരോധിച്ചു. ജനങ്ങൾ ആ വീഡിയോകൾ കണ്ടു, സോഷ്യൽ മീഡിയ അതിനെ ഏറ്റെടുത്തു. പക്ഷേ നാളെ ഇതേ പോലീസ് ഔദ്യോഗിക വാഹനങ്ങളിൽ യൂണിഫോം ധരിച്ച് RSSൻ്റെ വാലാട്ടികളായി നമ്മളെ തേടി വന്നാൽ എങ്ങനെ പ്രതിരോധിക്കുമെന്ന വലിയൊരു ചോദ്യം ഇവിടെ ബാക്കിയാകുന്നുണ്ട്. രാജ്യത്തെ കർഷകർക്ക് വേണ്ടി മഹാരാഷ്ട്രയിൽ ലോങ് മാർച്ച് നടത്തിയതും തമിഴ്നാട്ടിലെ സാംസങ് കമ്പനിയിൽ തൊഴിലാളികൾക്ക് വേണ്ടി കൊടി പിടിച്ചതും CIT ഉൾപ്പെടുന്ന ഇടതുപക്ഷമാണ്. അവിടെയൊന്നും നിങ്ങൾ കോൺഗ്രസിനെയോ അവരുടെ സംഘടനകളെയോ കണ്ടില്ല. കാരണം ഈ കോർപ്പറേറ്റ് ഫാസിസ്റ്റ് കൂട്ടുകെട്ടിനെതിരെ പോരാടാൻ അവർക്കറിയില്ല, അവർക്കതിന് താല്പര്യവുമില്ല. ഈ രാജ്യം ഇന്ന് ആവശ്യപ്പെടുന്നത് കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള ഒരു യുവതയാണ്. AKG ഭവനിലെ ഇടതുപക്ഷത്തിൻ്റെ ആ ചെറുത്തുനിൽപ്പ് ഒരു പ്രതീകമാണ്. നാളെ RSS ജോൺ ബ്രിട്ടാസിനെയോ മറ്റ് നേതാക്കളെയോ വേട്ടയാടാൻ വരുമ്പോഴും ഇതേ ചെറുത്തുനിൽപ്പ് അവിടെ ഉണ്ടാകും. തെരുവുകളിലെ പോരാട്ടങ്ങൾക്കൊപ്പം സഖാക്കളുടെ മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഫാസിസത്തിനെതിരെയുള്ള ആയുധങ്ങളായി മാറും. അവരുടെ നുണകളെ സഖാക്കൾ സത്യം കൊണ്ട് നേരിടും. അവരുടെ ഭയപ്പെടുത്തലുകളെ സഖാക്കൾ ധീരത കൊണ്ട് നേരിടും. കാരണം ഫാസിസം ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ചിന്തിക്കുന്ന, ചോദ്യം ചെയ്യുന്ന, സംഘടിക്കുന്ന മനുഷ്യരെയാണ്.